ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റാഗി ബനാന മിൽക്ക് പുട്ട്. റാഗി പുട്ടും അതേപോലെ നമ്മുടെ ഏത്തപ്പഴവും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതാണ് ഈ പുട്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമ്മൾ ഒരു റാഗിയുടെ ഒരു പുട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. റാഗിയുടെ പുട്ട് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി അത് ഞാൻ പുട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. ബാക്കിയുള്ളത് ക്രമേണ പറയുന്നതായിരിക്കും. ആ പാനൊന്ന് ചൂടായി വരട്ടെ. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ഒരു സ്പൂൺ മതി. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്പം കശുവണ്ടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നുറുക്കിയതാണ്, കൈ ഒന്ന് ചെറുതായിട്ട് ഒടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരു നേന്ത്രപ്പഴം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ആ നെയ്യും അണ്ടിപ്പരിപ്പും നമ്മൾ ഫ്രൈ ചെയ്തതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ നെയ്യ് ആ നേന്ത്രപ്പഴത്തെ മുഴുവനായിട്ട് ഒന്ന് ആയി കിട്ടട്ടെ. കൂടുതലായിട്ട് പഴുത്തിട്ടില്ലാത്ത ഒരു നേന്ത്രപ്പഴമായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തയ്യാറാക്കിയത്. വളരെ ടേസ്റ്റി ആയിരുന്നു, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിന് നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഒരു മിനിറ്റത്തേക്ക് നമുക്കതൊന്ന് അടച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ കൂടെ, നമ്മൾ പുട്ട് തയ്യാറാക്കിയപ്പോൾ അത് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒരു 2 സ്പൂണ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 2 ഏലയ്ക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം നമുക്ക് ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് 1 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ച് ആവി വന്ന അപ്പോഴത്തേക്ക് ആ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും. ഏലക്ക ചേർത്ത് കൊടുത്തു. ഇനി അതൊന്നും കൂടി ഒന്ന് ഇളക്കാം. പാത്രം അവിടെ ഇരുന്നത് കൊണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട്. സ്റ്റൗ ഓഫായിപ്പോയി.
ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റാഗിപ്പുട്ട് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പമല്ലേ, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇങ്ങനെ എളുപ്പമുള്ള മറ്റൊരു വെറൈറ്റി ഐറ്റവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇത്തിരി നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുമല്ലോ. എല്ലാം കൂടി നമുക്ക് ഒന്ന് ഈവനായിട്ടൊന്ന് ജോയിൻ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് കുത്തി ഉടച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ചതിന് ശേഷം 1 മിനിറ്റോളം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് അതിലേക്ക് 1 സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് ഇനിയും ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നേന്ത്രപ്പഴമൊക്കെ വെന്ത് ആ ഗീയുടെ എല്ലാം കൂടെ നല്ല ഒരു സുഗന്ധം, ആ ഏലക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ഇത് നോക്കൂ, എത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈസി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തില്ലേ. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗുഡ് ബൈ.